രാവിലെ കതിരിട്ട് ഉച്ചയ്ക്ക് പാലുറച്ച് വൈകുന്നേരം കൊയ്ത് അത്താഴത്തിന് കഴിക്കാനാകുന്ന അന്നൂരി നെല്ല്. രണ്ട് കായ്കളോ അതുപോലെ ഇലകളോ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പുണ്ടാവില്ല. അന്ന് വിശപ്പില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ചെടി കൂടിയാണ് ആരോഗ്യപ്പച്ച എന്ന് പറയുന്ന ഈ ചെടി. ഇതാണ് ജലസ്തംഭിനി എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 2-3 ഇലയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഐസ് പോലെയാവും. മുല്ലപ്പൂ മണമുള്ള നെല്ലുൾപ്പെടെ 220-ലേറെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട നെൽവിത്തുകൾ. വൈവിധ്യപൂർണമാണ് കണ്ണൂർ ജില്ലയിലെ ഷിംജിത്ത് തില്ലങ്കരിയുടെ കൃഷിയിടം. കാണാം ആ കൃഷിക്കാഴ്ചകൾ. ഇതാണ് അന്നൂരി എന്ന് പറയുന്ന ഒരു നെല്ലാണ്. അന്നൂരിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കതിര് ഉണ്ട. ഇതാണ് അന്നൂരിൻ്റെ കതിര്. ഇതിന്ന് രാവിലെ പൂത്തതാണ്. ഉച്ചക്കേക്ക് പാലുറച്ച് വൈകിട്ടാകുമ്പോഴേക്ക് കൊഞ്ഞു പോകും. അങ്ങനെയുള്ളൊരു അപൂർവ ഇനത്തിൽപ്പെട്ട നെല്ലാണ്. ഇത് ചില കാടുകളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു നെല്ലാണ്. ഇതെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ശബരിമല പോലുള്ള ഉൾക്കാട്ടിൽ മാത്രം ഉണ്ടായ ഒരു സാധനമാണ്. ഇത് അന്നൂരിന്ന് പേര് വരാൻ കാരണമെന്ന് അന്നന്ന് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട്, അതാണ് അന്നൂരി എന്ന് പറയുന്നത്. പണ്ട് വസൂരി വന്ന കാലത്ത് ആദിവാസികൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ചികിത്സിച്ചത്. ഇതിൻ്റെ ഇലയിൽ പുഴുങ്ങിയിട്ട് അതിൽ കടത്തുകയും ഇത് ഭക്ഷണമായി കൊടുക്കുകയും ചെയ്തിരുന്നു, കഞ്ഞി വെച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇതിന് അന്നൂരിന്ന് പേര് വന്നത്. അങ്ങനെയുള്ള ഒരു അപൂർവ നെല്ലാണ് അന്നൂരി. ഇത് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലെ എൻ്റെ ഒരു ചങ്ങായി തന്നതാണ്. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിഴങ്ങുകളാണ് അടിയിൽ. നെല്ലിൽ സാധാരണ വിത്തുകൾ മുളക്കൽ കുറവാണ്. ഇതിൻ്റെ കിഴങ്ങാണ് അടിയിൽ നിന്ന് പൊട്ടി മുളക്കുന്നത്. ആ കിഴങ്ങ് ഒരു 50 കൊല്ലമെങ്കിലും മണ്ണിൽ നിൽക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇങ്ങനെ ചെനപ്പ് പൊട്ടി വരുന്നു. ഇത് കണ്ടില്ലേ, ഇത് ഇതിൻ്റെ കുണ്ടക്കുന്ന് അടുത്ത ഇതുപോലെ പൊട്ടി വരും. എല്ലാ ദിവസവും നെല്ലുണ്ടാവും, ഒരു ദിവസം ചെയ്യാണ്ട്. അതെ അതെ. ചില സ്ഥലങ്ങൾ കാലാവസ്ഥേൻ്റെ ചില മാറ്റങ്ങൾ വരും. അന്നേരം ഒരു 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. കാലാവസ്ഥ ഇപ്പം മഴയും വെയിലും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ. ഇത് ഒരു നെൽച്ചെടിയാണ്. ഇത് മല്ലിക്കുറുവ എന്ന് പറയുന്ന ഒരു നെല്ലിൻ്റെ ചെടിയാണ്. വേറെ ഇത് നസർബാത്ത് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ണില്ല, എലി തന്നെ ഒരു വയലറ്റ് കളറിലാണ് വരിക. ഇത് സാധാരണ നെല്ലിന് കണ്ണ് വെക്കുന്നതിന് സൈഡ് ബോർഡറായിട്ട് ഇത് ചെയ്യും. ഇത് എത്ര ദൂരെ നിന്നും എടുത്ത് കാണിക്കും. അതാണ് ഈ പച്ചേൻ്റെ അടുക്ക് ഇപ്പം തന്നെ കാണില്ലേ, പച്ചേൻ്റെ രണ്ടും തമ്മിൽ ഇല്ല വ്യത്യാസം. പച്ചേൻ്റെ അടുക്ക് ഈ വയലറ്റ് എത്ര ദൂരെ നിന്നും കാണും. അന്നേരം നമ്മൾ കേരളത്തിന് പുറത്ത് നെല്ലിന് കണ്ണ് വെക്കുന്നതിന് ഇത് സൈഡ് ബോർഡറായിട്ട് ചെയ്യും. അന്നേരം ഈനെ മാത്രമേ ആകർഷിക്കൂ. അങ്ങനെയുള്ളൊരു നെല്ല്. അതുപോലെ എന്ന് പറഞ്ഞാൽ വരുന്നെല്ലിലെ കണ്ടത്തിൽ ഓരോ കൊല്ലവും വരുന്നെല്ല് മുളച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ് ഈ നെല്ല് ചെയ്യും. എന്നിട്ട് നമുക്ക് പെട്ടെന്നായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. വരുന്നെല്ല് പച്ച കളറിലാണ് വരുന്നെല്ല് വരിക. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന ഒരു നെല്ല് കൂടിയാണ് നസർബാത്ത് എന്ന് പറയുന്ന ഈ നെല്ല്. ഇതാണ് ആരോഗ്യപ്പച്ച. ആരോഗ്യപ്പച്ചൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് മുനിമാർ ഉപയോഗിച്ച ഒരു സാധനം കൂടിയാണ് ആരോഗ്യപ്പച്ച. ഇത് വിശക്കാണ്ടിരിക്കാനെല്ലാം ഒരു കാലത്ത് മുനിമാർ ഉപയോഗിച്ചത്. അതുപോലെ എന്ന് പറഞ്ഞാൽ ഇത് എനർജിക്ക് വേണ്ട ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓട്ടക്കാർക്കെല്ലാം വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കുന്ന ഒരു ചെടി കൂടിയാണ് ആരോഗ്യപ്പച്ച. ആരോഗ്യപ്പച്ച ആദ്യം ഇന്ത്യക്കേനും അത് പാറ്റൻറ്റ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വീണ്ടും അത് കാണി സമുദായക്കാർക്ക് കൊടുത്തിട്ടില്ല. കാണി സമുദായക്കാർക്കാണ് ഇത് വെച്ച് പിടിപ്പിക്കേണ്ട അവകാശം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ, കഴിച്ചു കഴിഞ്ഞാൽ ഇത് വിശപ്പില്ലാണ്ടിരിക്കാൻ മുനിമാരെല്ലാം കഴിച്ചിരുന്ന ഒരു സാധനം കൂടിയാണ്. അതുകൊണ്ടാണ് എനർജിക്ക് വേണ്ട ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ കായ്കളോ ഇലകളോ കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പുണ്ടാവില്ല. അതാണ് അവർ ഉപയോഗിച്ച സാധനങ്ങളാണ്. ആ ദിവസം മുഴുവൻ വിശക്കില്ല. ഇല്ല, അങ്ങനെയാണ് പറയുന്നത്. ഇതിൻ്റെ കായ് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇതാണ് ഓട്ടോഗ്രാഫി ചെടി. പണ്ട് കാലത്ത് പ്രേമലേഖനങ്ങളും എഴുതാൻ ഉപയോഗിച്ച ഒരു ചെടി. അതുപോലെ ദൂതെല്ലാം അയക്കാൻ ഉപയോഗിച്ച ഒരു ചെടി കൂടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയിൽ എഴുതി കഴിഞ്ഞാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും അതേപോലെ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ചെടിയാണ്. ഇതാണ് ജലസ്തംഭിനി എന്ന് പറയുന്ന ചെടി.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 2-3 ഇലയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഐസ് പോലെയാവും. പണ്ട് കാലത്ത് മുനിമാർ പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതുപോലെ വെള്ളത്തിൽ കലക്കി വെക്കും. എന്നിട്ട് കുളി കഴിഞ്ഞതിന് ശേഷം അത് മുറിച്ച് കഴിച്ചിരുന്നു. അത് വിശപ്പ് മാറ്റാൻ ഉപയോഗിച്ച ഒരു ചെടി കൂടിയാണ് ഈ ജലസ്തംഭിനി എന്ന് പറയുന്ന ഈ ചെടി. ജലസ്തംഭിനി പാതാളകരടി എന്നെല്ലാം പറയും. അങ്ങനെയുള്ളൊരു ചെടിയാണ് ഇത്. ഒരു നെൽച്ചെടിയാണ് ഇത്. മല്ലിക്കുറുവ എന്ന് പറയുന്ന ഒരു നെല്ലിൻ്റെ ചെടിയാണ്. വേറെ ഇത് നസർബാത്ത് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ണില്ല ഇല തന്നെ ഒരു വയലറ്റ് കളറിലാണ് വരിക. ഇത് സാധാരണ നെല്ലിന് കണ്ണ് വെക്കുന്നതിന് സൈഡ് ബോർഡറായിട്ട് ഇത് ചെയ്യും. ഇത് എത്ര ദൂരെ നിന്നും എടുത്ത് കാണിക്കും. അതാണ് ഈ പച്ചേൻ്റെ അടുക്ക് ഇപ്പം തന്നെ കാണില്ലേ, പച്ചേൻ്റെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം. പച്ചേൻ്റെ അടുക്ക് ഈ വയലറ്റ് എത്ര ദൂരെ നിന്നും കാണും. അന്നേരം നമ്മൾ കേരളത്തിന് പുറത്ത് നെല്ലിന് കണ്ണ് വെക്കുന്നതിന് ഇത് സൈഡ് ബോർഡറായിട്ട് ചെയ്യും. അന്നേരം ഈനെ മാത്രമേ ആകർഷിക്കൂ. അങ്ങനെയുള്ളൊരു നെല്ല്. അതുപോലെ എന്ന് പറഞ്ഞാൽ വരുന്നെല്ലിലെ കണ്ടത്തിൽ ഓരോ കൊല്ലവും വരുന്നെല്ല് മുളച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നതാണ് ഈ നെല്ല് ചെയ്യും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് പറിച്ചെടുക്കാൻ പറ്റും. വരുന്നെല്ല് പച്ച കളറിലാണ് വരുന്നെല്ല് വരിക. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന ഒരു നെല്ല് കൂടിയാണ് നസർബാത്ത് എന്ന് പറയുന്ന ഈ നെല്ല്. നെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 220ഓളം നാടൻ നെൽവിത്തുകൾ ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നുണ്ട്. അതിനകത്ത് കുറേയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി ഓരോരുത്തർക്കും വിത്ത് കൊടുത്ത് അത് തിരിച്ചു മേടിക്കുന്നു. അങ്ങനെയാണ് ഈ നാടൻ വിത്തുകൾ സംരക്ഷിക്കുന്നുണ്ട്. അതിനകത്ത് ചില പ്രധാനപ്പെട്ട കതിരുകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. ഇതിനകത്ത് നെല്ലിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 2 ലക്ഷത്തോളം നെല്ലുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് 25,500ഓളം നാടൻ വിത്തുകളുണ്ടായിരുന്നു. അതിൽ കുറച്ച് നാടൻ വിത്തുകൾ ആണ് എൻ്റെ അടുത്തുള്ളത്. അതിൽ മുല്ലപ്പൂവിൻ്റെ മണമില്ല 3 എല്ലുകളുണ്ട്. മുല്ലപ്പൂവിൻ്റെ മണമില്ലയിൽ ഒന്ന് ഇതാണ് എന്താ ബ്ലാക്ക് ജാസ്മിൻ. ഇത് പൂത്ത് വരുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണമായിരിക്കും. അരിൻ്റെ ഉള്ളിലത്തെ കളറ് കറുത്ത കളറായിരിക്കും. ഉള്ളിൽ കഞ്ഞി വെച്ചാൽ കഞ്ഞീൻ്റെ വെള്ളം കറുത്ത കളർ തന്നെയാണ് ഉണ്ടാകുക. അതുപോലെ ചോറും അങ്ങനെയുള്ള ഒരു നെല്ലാണ്. ഇതിൻ്റെ പിന്നെ ഇത് കേരളത്തിന് പുറത്ത് ചെയ്യുന്നതാണ്. ഇത് റെഡ് ജാസ്മിൻ. ഇതിൻ്റെ ഉള്ളിൽ ചുവന്ന കളറായിരിക്കും അരി. അതുപോലെ പിന്നെ വരുന്നതാണ് വൈറ്റ് ജാസ്മിൻ. ഇതിൻ്റെ ഉള്ളിൽ വെള്ള കളറായിരിക്കും. അങ്ങനെയുള്ള മുല്ലപ്പൂവിൻ്റെ മണമില്ല 3 എല്ലുകൾ. പിന്നെ സുഗന്ധ എല്ലുകളിൽ പെടുന്നതാണ് പിന്നെ പണ്ടേയുള്ള നമ്മുടെ നാട്ടിൽ ചെയ്തു വരുന്ന ഒന്ന് എന്ന് പറഞ്ഞാൽ ബസുമതി, കുഞ്ഞുനെല്ല്, ജീരകശാല, ഗന്ധകശാല, ഇങ്ങനെയുള്ള 4 നെല്ലുകൾ സുഗന്ധ എല്ലുപെടുന്ന ഒന്നാണ്. ഇത് ബസുമതി ഇല്ലയിൽ നീളം കൂടിയ അരികൾ. നമ്മുടെ ഇവിടെ ബിരിയാണി അതെ, ബസുമതി റൈസ് വരുന്നത്. ഫ്രൈഡ് റൈസിൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ ഇതിലും വലിയ അരി വരുന്നുണ്ട്. പക്ഷേ ആരും നമ്മൾ ഇതെല്ലാം കുറിച്ച് ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും അത്ര വലിയ നെല്ല് ഇതുവരെ കിട്ടിയിട്ട് കാണുന്നില്ല. അതെന്നാണ് സംഭവം എന്ന് ആർക്കും തന്നെ അത്രയും നീളമുള്ള നെല്ലുകൾ. ഇത് പിന്നെ പല ഡൽഹി ചെയ്യുന്നുണ്ട്. ഡൽഹി ബസുമതി എന്നറിയപ്പെടുന്ന ഡൽഹി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം കേരളത്തിൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ആ നസർബാത്തിൻ്റെ നെല്ല്. നേരത്തെ കണ്ടില്ല, ആ ചുവന്ന ഇല വരുന്ന വയലറ്റും ചുവന്ന ഇല വരുന്ന അതിൻ്റെ നെല്ലാണിത്. ഇതിൻ്റെ ഉള്ളിൽ വെള്ള കളറായിരിക്കും അരി. ഇതാണ് രാംലി എന്ന് പറയും നെല്ല്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സൂര്യകാന്തിൻ്റെ വിത്ത് പോലെയാണ്. സൈഡ് ഒരു ബോർഡർ വരുന്നുണ്ട് ചെറിയ. അങ്ങനെയുള്ളൊരു നെല്ലാണ്. ഇത് കരനെല്ലായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു നെല്ല് കൂടിയാണ്. ഉണ്ട്, കേരളത്തിൽ ചെയ്യുന്നുണ്ട് ഇപ്പം. ഇത് സാധാരണ ഇങ്ങനെയല്ല, നമ്മൾ ചോറെല്ലാം വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു നെല്ലൊന്നും മാത്രമേ ഇല്ല. അല്ലാണ്ട് ഔഷധ ഗുണം ഇല്ലാതൊന്നുമില്ല. ഇതാണ് ജീരകശാല. ജീരകശാല എന്ന് പറയുന്നത് സുഗന്ധ എല്ലുകളാണ്. വയനാട്ടിലാണ് കൂടുതൽ ചെയ്യുന്നത്. ഇതെല്ലാം പൂത്ത് വരുമ്പോൾ ഇതിന് മണം ഉണ്ടാവും. അങ്ങനെയുള്ള നെല്ലാണ്. ഇത് കുഞ്ഞുനെല്ല് എന്ന് പറയും. കുഞ്ഞുനെല്ല്, ചുവപ്പ് കുഞ്ഞുനെല്ലും വെള്ള കുഞ്ഞുനെല്ലും, അങ്ങനെയുള്ള 2 ടൈപ്പ് കുഞ്ഞുനെല്ലുകളാണ്. ഇത് പായസത്തിനെല്ലാം നല്ല ഒരിതാണ്. ഇത് കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഒരു സാധനം കൂടിയാണ്. ഇതാണ് നവരനെല്ല്. സാധാരണ നവര 4-5 ടൈപ്പിലുള്ള നവരകളുണ്ട്. അതിൻ്റെ അകത്ത് സാധാരണ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന നവരയാണ് ഇത്.
നവരേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നവര കിഴിക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം. അത് മാത്രമല്ല കരനെല്ലായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു നെല്ല് കൂടിയാണ് നവര. മൂപ്പ് കുറവാണ് നവര നെല്ലുകൾക്ക്. തെങ്ങും പൂത്താല എന്ന് പറയും. ഇതിൻ്റെ കതിരുണ്ട കഴുങ്ങിൻ്റെ പൂവുണ്ടാകുന്ന പോലെയാണ് ഉണ്ടാവുക. തെങ്ങും പൂത്താല എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. കൂയ്യാള എന്ന് പറയും. നെല്ലിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ നെല്ല്. 8 അടിയോളം നെൽച്ചെടിക്ക് ഉയരം വരുന്നുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇത് പൊനം കൃഷി എന്ന് പറയും. പണ്ട് കാലത്ത് കരനെല്ലായിട്ട് ചെയ്ത ഒരു സാധനം കൂടിയാണ് കൂയ്യാള എന്ന് പറയുന്ന ഈ നെല്ല്. ഇത് പൊനം കൃഷി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൻ്റെ ഒപ്പരം മുത്താറി, ചാമ, തെന ഇതെല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലം നമ്മുടെ ഈ മലയോര മേഖലകളിലെല്ലാം ചെയ്തിരുന്ന ഒരു നെല്ല് കൂടിയാണ് കൂയ്യാള എന്ന് പറയുന്ന ഈ നെല്ല്. ഇതാണ് രക്തശാലി എന്ന് പറയുന്ന നെല്ല്. രക്തശാലീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ചുവപ്പ് കളറായിരിക്കും. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിത്തം, കവം അതിനെല്ലാം ശമിപ്പിക്കാൻ കഴിയുള്ള ഒരു നെല്ലാണ്. പണ്ട് കോട്ടയം രാജാക്കൾ മാത്രം ഉപയോഗിച്ച ഒരു നെല്ല് കൂടിയാണ് രക്തശാലി എന്ന് പറയുന്ന ഈ നെല്ല്. ഇതുണ്ട് ഇപ്പം കേരളത്തിൽ ഒരുപാട് ആൾക്കാരെല്ലാം ചെയ്തു തുടങ്ങി. ഇപ്പം നമ്മുടെ വയലിൽ ഇപ്പോൾ അടുത്ത ചെയ്യുന്ന ഇതാണ്. ഇതിൻ്റെ അരിക്ക് 200 മുതൽ 230, 250 ആ റേറ്റിലാണ് അരി കൊടുക്കുന്നത്. നെല്ല് കൊടുക്കുന്നത് 200 രൂപക്കാണ് നെല്ല് വിൽപ്പന നടത്തുന്നത്. അതെ അതെ. ചോമാല എന്ന് പറയും. ഏകദേശം രക്തശാലിനെക്കാട്ടിയും കുറച്ചുകൂടി വണ്ണമുള്ള ഒരു നെല്ലാണ്. പണ്ട് കാലത്ത് മലര് ഉണ്ടാക്കാൻ ഉപയോഗിച്ചതാണ് ഈ നെല്ല്. അതുപോലെ ചോലയിൽ ചൊങ്കൻ എന്നെല്ലാം പറയും. ചോലയിലെ തൈപ്പറമ്പത്തെല്ലാം നടാൻ പറ്റിയ ഒരു നെല്ല് കൂടിയാണ് ഈ ചോമാല എന്ന് പറയുന്ന ഈ നെല്ല്. ഇതാണ് തുളസി ഭോഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നെല്ല് എന്നറിയപ്പെടുന്ന ഒരു നെല്ലാണ്. ഔഷധ ഗുണമുള്ള ഒരു നെല്ല് കൂടിയാണ് തുളസി ഭോഗ്. ഇതാണ് ആസാം ബ്ലാക്ക് എന്ന് പറയും. ഇതിൻ്റെ ഉള്ളെന്ന് പറഞ്ഞാൽ കറുത്ത കളറായിരിക്കും അരിക്ക്. ഇത് രണ്ടാമതും കോശങ്ങളിലും പുനർജനിക്കാൻ വേണ്ടിയുള്ള ഒരു നെല്ല് കൂടിയാണ്. ബ്ലാക്ക് റൈസുകളിലും അങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഒരു നെല്ല് കൂടിയാണ് ബ്ലാക്ക് റൈസിൽ പെടുന്ന ആസാം ബ്ലാക്ക് എന്ന് പറയുന്ന ഈ നെല്ല്. ഇത് ആസാമിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന സാധനമാണ്. കഞ്ഞിവെള്ളത്തിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഏകദേശം കറുത്ത കളറിനായിരിക്കും കഞ്ഞിവെള്ളത്തിനും. അതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നിടത്ത് ഇത് 1/2 കപ്പ് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് നിറയും. അത്രയും ഔഷധ ഗുണമുള്ള ഒരു നെല്ലാണ് ബ്ലാക്ക് റൈസുകളിലും. ഇതിന് പല ബ്ലാക്ക് റൈസുകളിൽ 500 രൂപ, 400 രൂപ ആ റേറ്റിൽ തന്നെ അരിക്ക് വില വരുന്നുണ്ട്. ഇതും ബ്ലാക്ക് റൈസുകളാണ്. മണിപ്പൂർ ബ്ലാക്ക്, ബർമ ബ്ലാക്ക് എന്ന് പറയുന്ന സാധനമാണ് ഇത്. വരിനെല്ല് എന്ന് പറയും. നെല്ലിലെ കളിയായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ ഔഷധ ഗുണമുള്ള ഒരു നെല്ല് കൂടിയാണ് വരിനെല്ല്. വരിനെല്ല് ഒരുപാട് ഔഷധത്തിന് ഉപയോഗിക്കുന്നുണ്ട് വരിനെല്ലുകൾ. ഇത് നമ്മൾ കള എന്ന് പറഞ്ഞിട്ട് ഇത് കൃത്യടൈമിന് മൂർന്നെടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ നെല്ലിൻ്റെ ഒപ്പരം ഇത് ചില സ്ഥലങ്ങളിൽ ഇത് മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. നമ്മുടെ വയലുകളിലെല്ലാം ഇത് ഓരോ കൊല്ലവും മുളച്ചുകൊണ്ടേയിരിക്കും. ഈ വരിനെല്ലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നസർബാത്ത് എന്ന് പറയുന്ന ചുവന്ന കളറിലെ നെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറിച്ചെടുക്കാൻ പറ്റും. അല്ലാണ്ട് ഒരിക്കലും കൊയ്തെടുക്കാൻ പറ്റില്ല ഈ സാധനങ്ങൾ. ഇത് മാത്രം കൃഷി ചെയ്താൽ മാത്രമേ വരിനെല്ലുകൾ കൊയ്തെടുക്കാൻ പറ്റൂ. ജീരസാൽ എന്ന് പറയും. തമിഴ്നാട്ടിലെ ജീരകശാല ടൈപ്പിലുള്ള ഒരു സാധനമാണ് ഇത്. കയമ, ഇതും കരനെല്ലായിട്ട് ചെയ്യുന്ന ഒരു നെല്ല് കൂടിയാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെല്ലാം ചെയ്ത ഒരു നെല്ല് കൂടിയാണ് കയമ. കയമയിൽ തന്നെ ഒരുപാട് കയമകൾ വരുന്നുണ്ട്. ഓർക്കയമ, കുറുങ്കയമ, ഉരുണിക്കയമ, അങ്ങനെയുള്ള കയമയിൽ തന്നെ ഒരുപാട് നെല്ലുകൾ വരുന്നുണ്ട്. ഇതാണ് ഡബിൾ റൈസിൽ വരുന്ന നെല്ലുകൾ. ഇതൊന്ന് നമുക്ക് പൊളിച്ച് നോക്കി കഴിഞ്ഞാൽ ഉണ്ട്. 2 അരികളാണ് ഇതിലുള്ളത്. ഇതാ ഇത് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ നെല്ലുകൾക്കും 1 മണിയെ വരും. ഇതിനകത്ത് 2 അരികളുണ്ടാവും. അതാണ് ഇതെന്ന് പറഞ്ഞാൽ രാമലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരു നെല്ലാണ്. അങ്ങനെയെല്ലാം 5 മണിയിലെ നെല്ലുകളുണ്ട്, 3 മണിയില്ല, അങ്ങനെയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. കിട്ടിയില്ല. അത് ഏകദേശം അടുത്ത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാണ് അഗോലി ബോറ അഥവാ മേജിക് റൈസ് എന്നെല്ലാം പറയുന്ന നെല്ലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിലോ പാലിലോ ഇട്ടാൽ ചോറാവും. അങ്ങനെയുള്ള ഒരു നെല്ലാണ് ഇത്. പണ്ട് കാലത്ത് ആദിവാസികൾ ഉപയോഗിച്ചൊരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ ആദിവാസികൾ നമ്മൾ കേരളത്തിലല്ല പുറത്തില്ല അവർ. ഇതെന്ന് പറഞ്ഞാൽ നായാട്ടിന് പോകുമ്പോൾ നായാട്ടിന് പോകുമ്പോൾ എന്നാണ് സാധാരണ
നമ്മൾ കാട്ടിൽ നിന്ന് തീ വെക്കാനോ അത് ഭക്ഷണം പാകം ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഇത് കൊണ്ടുപോയിട്ട് ഈ അരി കൊണ്ടുപോയിട്ട് അവർ വെള്ളത്തിലോ പാലിലോ ഇട്ടാൽ ചോറായി കഴിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു നെല്ലാണ് ഇത്. കോലി ബോറ എന്ന് പറയപ്പെടുന്ന ഈ നെല്ല്. വേവിക്കാണ്ട് തന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് പാകമായി തീരും. നെല്ല് ശേഖരിക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാട് വീട് വയലിൻ്റെ മുന്നിലാണ്. പണ്ട് കാലത്തെ നെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരുപാട് നാടൻ വിത്തുകളെല്ലാം ഒരു കാലത്ത് ചെയ്തിരുന്നു വയലിൽ. അന്നെന്ന് പറഞ്ഞാൽ നാടൻ വിത്തുകളും അതുപോലെ ജൈവ രീതിയിലാണ് അന്ന് കൃഷി ചെയ്തിരുന്നത്. പിന്നീട് ഇടയ്ക്ക് രാസകൃഷിയിലേക്ക് പോയി പുതിയ പുതിയ വിത്തുകൾ വന്നു, അത് കൃഷി ചെയ്ത് തുടങ്ങി. പിന്നെ നമ്മുടെ നാട്ടിലെ ആ പണ്ടുള്ള വയലുകളിലെ മത്സ്യങ്ങളും ഇതെല്ലാം നഷ്ടപ്പെട്ടു. വീണ്ടും ഞാൻ ജൈവ കൃഷിയിലേക്ക് ഇറങ്ങിയ കാലത്ത് നാടൻ വിത്തുകൾ സംരക്ഷിച്ചാൽ എന്ത് കൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ നാടൻ വിത്തുകൾ കളക്ട് ചെയ്യൽ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 12 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ വീണ്ടും നാടൻ വിത്തുകൾ കളക്ട് ചെയ്തതാണ് ഈ കാണുന്നത്. 220ഓളം നാടൻ വിത്തുകൾ. അങ്ങനെയാണ് ഇപ്പോഴും നാടൻ വിത്തുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നാടൻ നെൽകൃഷി ലാഭകരമാണ്? മോശമില്ലാണ്ട് പോകുന്നു. നാടൻ വിത്തുകൾക്ക് ഇപ്പം വില കൂടുതലാണ്. സാധാരണ ഒരു ഉമിയോ കാഞ്ചന ആതിര എന്നോ എല്ലാം പറഞ്ഞ നെല്ലുകൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തുച്ഛമായ ഒരു 20 രൂപ 22 രൂപ ആ റേറ്റിൽ നമുക്ക് നെൽവിത്തുകൾക്ക് കിട്ടുന്നില്ല. പക്ഷേ നാടൻ വിത്തുകൾക്ക് അതുപോലെയല്ല. നാടൻ വിത്തുകളുടെ എന്ന് പറഞ്ഞാൽ സാധാരണ 1000 രൂപ വരെയുള്ള വിത്തുകളുണ്ട്. അങ്ങനെ നാടൻ വിത്തുകൾ മാർക്കറ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് മോശമില്ലാണ്ട് നെൽകൃഷി ഒരു മോശമില്ലാണ്ട് പോകുന്നുണ്ട്. ഓരോ നെല്ലിൻ്റെ മൂപ്പുകളും ഡീറ്റെയിൽസുകളും ഇതുപോലെ ഒരുപാട് സ്കൂൾ കുട്ടികൾ നെല്ലിനെ കുറിച്ചെല്ലാം പഠിക്കാൻ വരും. അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ്. നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന മൂപ്പുകൾ അതിൻ്റെ ഡീറ്റെയിൽസുകളാണ്. ഒറ്റ വാക്കിൽ ഹരിത സ്വർഗം, അതാണ് ഷിംജിത്ത് തില്ലങ്കരിയുടെ കൃഷിയിടം. ഇവിടെ വരുന്ന ആരുടെയും മടക്കം നല്ലൊരു കർഷകനായിട്ടായിരിക്കും.